ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്റ്റെം പ്രൊപ്പഗേഷൻ. നമ്മൾ കമ്പ് മുറിച്ച് ചെടികൾ നടുന്ന സമയത്ത് ഓർഗാനിക് ആയിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടു കാണും. പ്ലാന്റ് ടവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ജാൻസി മാഡമാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നമ്മൾ സർപ്രൈസിൽ തിരഞ്ഞെടുക്കുന്ന 5 പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. PVC പൈപ്പിൽ എങ്ങനെ ചട്ടികൾ ഫിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ചട്ടികൾ ഫിറ്റ് ചെയ്ത് നമുക്ക് ചെടികൾ നടാം എന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത ചട്ടിയിൽ ഞാൻ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെടികളുടെ കമ്പ് വേര് കിളിർപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത ചട്ടികളിലേക്ക് നമ്മൾ മണ്ണിടുക. അതിനുശേഷം നമ്മൾ നടാനായിട്ട് പോകുന്ന ടിപ്സ്, അതായത് കമ്പ് എങ്ങനെയാണ് കിളിർപ്പിക്കുന്ന ഐഡിയ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ടിപ്സിന് ഉപയോഗിക്കുന്ന ചെടി, നമ്മുടെ കറ്റാർ വാഴ. ഈ ഒരു തണ്ടിൽ നിന്ന് മുറിച്ചെടുത്തതാണിത്. ഇതിൽ ജെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെടി നടാൻ പോകുന്നത്. അതിൻ്റെ കമ്പുകൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ തണ്ടാണ് കേട്ടോ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ആയുർവേദിക് സസ്യമാണിത്. എല്ലാവർക്കും അറിയാം. ഇതില്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. കറ്റാർ വാഴയുടെ ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ ജെല്ല്, നമുക്ക് ലേഡീസിനാണെങ്കിൽ ഇതൊരു സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കുറേ നല്ല നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ ചർമ്മം അല്ലെങ്കിൽ തൊലിയൊക്കെ ഒന്ന് വരണ്ട് പോകുന്നത് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ജെല്ലൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ ടിപ്സ്, അതായത് ചെടിയുടെ കമ്പ് ഈസി ആയിട്ട് എങ്ങനെ നട്ടെടുക്കാം എന്നുള്ള വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നടാൻ പോകുന്നത് വിങ്കയും നമ്മുടെ ചൈനീസ് ബാൽസം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഈ ചൈനീസ് ബാൽസത്തിൻ്റെ തൈയാണ്. അപ്പോൾ അതിൻ്റെ ഈ തണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക കറ്റാർവാഴയുടെ ജെല്ലിൽ കുത്തി വെച്ചിട്ട് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള മാംസളമായിട്ടുള്ള ഭാഗം നമുക്ക് മാത്രം മതി. അപ്പോൾ 2 സൈഡിലുള്ള പച്ച കളറിലുള്ള ആ തൊണ്ട് അതൊന്ന് നമ്മൾ ഇതുപോലെ ബ്ലേഡിന് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു ജെല്ലായിട്ട് കിട്ടും. ഇതേപോലെ ജെല്ല് കിട്ടും. ആ ജെല്ലിൽ നമ്മൾ ഈ തണ്ട് കുത്തി വെച്ചിട്ടാണ് നേരെ മണ്ണിലേക്ക് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ശരിക്കും ജെല്ല് നിൽക്കാവുന്ന രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത്, അതിപ്പോൾ നമ്മൾ കുത്തി വയ്ക്കുന്ന നേരത്തെ അത് പീസായി മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ കുഴിയിലേക്ക് നമ്മൾ നടുന്ന മണ്ണിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഓരോ തണ്ടും കുത്തി വയ്ക്കുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് മുള വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ചൈനീസ് ബാൽസ് ഒക്കെ നമ്മൾ നടുമ്പോൾ മിക്കവാറും കുറേ നട്ടാലാണ് കുറച്ച് നമുക്ക് പിടിച്ച് കിട്ടുക. അതുപോലെ നമ്മുടെ വിങ്കയും അതുപോലെ തന്നെ കുറേ നട്ടാലാണ് അതിൻ്റെ കമ്പൊക്കെ നമുക്ക് നടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നടുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ജെല്ലൊന്ന് ഇതിൻ്റെ ഈ മുറിച്ച ഭാഗത്ത് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് മണ്ണിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ചൈനീസ് ബാൽസത്തിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ ഇതുപോലെ നടാനായിട്ട് സാധാരണ മണ്ണിലേക്ക് നമ്മൾ കുറച്ച് ചകിരി മുറിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല വേരോട്ടം കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് ഈ ചെറിയ ചട്ടികളിലേക്ക് ഉപയോഗിക്കുന്ന മണ്ണ്. കാരണം ചട്ടികളിൽ അധികം വെയിറ്റ് പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ഇതുപോലെ ചകിരിയും കൊണ്ട് തന്നെ പോയി നമുക്ക് നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ പോട്ടി മിശ്രിതമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ മണ്ണും ചകിരിച്ചോറും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത്, കുറച്ച് വളം അധികം വേണ്ട, നമുക്ക് കമ്പ് പിടിച്ചതിന് ശേഷം മാത്രം പിന്നെ വളങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഈ പോട്ടി മിശ്രിതം നമ്മൾ ചട്ടികളിലേക്ക് നിറയ്ക്കുക. നമ്മളങ്ങനെ പോട്ടിൽ നമ്മുടെ നടീൽ മിശ്രിതം, അതായത് പോട്ടി മിക്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ചെറിയൊരു കുഴി, ഒരു 3/4 ഇഞ്ച് മാത്രം മതി കേട്ടോ. അധികം താഴ്ത്തണ്ട. കാരണം ഈ ചൈനീസ് ബാൽസം പോലെയുള്ള ചെടികൾക്ക് അധികം തണ്ട് ഉള്ളിലേക്ക് താഴത്തേക്ക് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ജെല്ല് പോവാതെ ഈ തണ്ട് ഇറക്കി വെക്കാവുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അത് പോവാതെ തന്നെ അതിനകത്ത്
ഉറപ്പിക്കുക കേട്ടോ. ഇതുപോലെ ഉറപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബോഗൺവില്ലയുടെ കമ്പ്, റോസിൻ്റെ കമ്പ് ഇതുപോലെ തന്നെ നമുക്ക് ജെല്ലിൽ മുക്കിയതിന് ശേഷം അല്ലെങ്കിൽ ജെല്ല് വെച്ചതിന് ശേഷം കറ്റാർവാഴയുടെ ജെല്ല് വെച്ചതിന് ശേഷം നട്ടാൽ പെട്ടെന്ന് മുള വരും. എനിക്ക് നന്നായിട്ട് ഇത് അനുഭവപ്പെട്ടിരിക്കുന്നത്, അതായത് നന്നായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയും റോസ് കമ്പ് നട്ട പിടിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നടുമ്പോൾ നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് ഇറക്കി വയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ നട്ടതിന് ശേഷം നേരെ മഴയത്തോ പെരുവെയിലത്തോ നല്ല വെയിലത്തോ വെക്കാതെ തണൽ ഏരിയയിൽ വെച്ച് നമ്മളതിന് പുതിയ മുളകളും നല്ല ഉഷാറായെന്ന് കണ്ടാൽ മാത്രമേ ചെറിയ വെളിച്ചമുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശം നിൽക്കുന്നിടത്തും കൂടുതലും മഴ കൊള്ളുന്നിടത്തും വെക്കാവൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി നമ്മൾ ഈ തണ്ട് അതിനകത്ത് കുത്തി വെച്ച് നമ്മൾ കിളിർപ്പിച്ചെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് കിളിർപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചെടിയുടെ കമ്പുകളെല്ലാം ജെല്ല് ചേർത്ത് കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ മണ്ണ് നനവുള്ള മണ്ണായിരിക്കണം പോട്ടിലേക്ക് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ പോട്ടിലേക്ക് ചേർത്തതിന് ശേഷം ആ മണ്ണ് നനച്ചതിന് ശേഷം മാത്രമേ കമ്പ് നടാൻ പാടുള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നനഞ്ഞ മണ്ണിലേക്കാണ്, ഈർപ്പമുള്ള മണ്ണിലേക്കാണ് നമ്മൾ കമ്പ് കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് നനയ്ക്കില്ല. ഞാനിപ്പോൾ വൈകിട്ടാണ് നട്ടിരിക്കുന്നത്. ഇനി നാളെ രാവിലെ ഇത് നനയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് നല്ല തണലുള്ള ഭാഗം നോക്കി വെയിലും അധികം വെയിൽ കൊള്ളാതെയും മഴ നനയാതെയും മാറ്റി വയ്ക്കണം. വേര് പിടിച്ചൊന്ന് ഉഷാറായെന്ന് കണ്ടാൽ മാത്രമേ ഇത് ജസ്റ്റ് ഒന്ന് പാർഷ്യലി വെയിലുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. മഴ ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മഴ നനയ്ക്കാതെ വെക്കുന്നതാണ് എപ്പോഴും ചൈനീസ് ബാൽസം പോലുള്ള ചെടികൾക്ക് നല്ലത്. എന്നാൽ റോസും ബോഗൺവില്ലയൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയല്ല. അപ്പോൾ എന്തായാലും എന്ത് ചെടികളായാലും നമ്മൾ കിളിർപ്പിച്ചതിന് ശേഷം മാത്രമേ നല്ല മഴയത്തും നല്ല വെയിലത്തും ഒക്കെ വെക്കുന്നത് അഭികാമ്യം കേട്ടോ. ഞാൻ ഇതുപോലെ നട്ട ഹൈബ്രിഡ് ഇനം ചൈനീസ് ബാൽസത്തിൻ്റെ വേരുകളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നട്ടതാണ്. അതായത് പോട്ടി മിക്സ് നമ്മുടെ ചകിരിയും മണ്ണും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാധാ മണൽ ചേർന്ന മണ്ണ് ചേർത്തിട്ടുള്ള പോട്ടി മിക്സിൽ നട്ടതാണ്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വേരുകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് ശരിക്കും ഒരു 3 ആഴ്ചയായിട്ടുള്ളൂ കേട്ടോ. 3 ആഴ്ച കൊണ്ടാണ് ഇപ്പോൾ ഇതേപോലെ വേരുകൾ വന്നിരിക്കുന്നത്. ഇത് വെറൈറ്റി ഇനം ഒരു ഹൈബ്രിഡ് ഇനത്തിൻ്റെ ചെറിയൊരു കമ്പ് നട്ടതാണ്. ഇത് ഒരാഴ്ചയായിട്ടുള്ള നട്ടിട്ട് ഇതിൻ്റെ വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതും വേര് പിടിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ വേര് പിടിച്ചു. എനിക്ക് ഒരിക്കലും പിടിച്ച് കിട്ടാറില്ല. അപ്പം നിങ്ങളിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമ്പ് പിടിക്കില്ല എന്നുള്ള വിഷമിക്കുന്ന ഒരു കാര്യവും ഇനി ഇത് ചേർത്ത് നട്ടാൽ വേണ്ട കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഈ ചൈനീസ് ബാൽസം അല്ലെങ്കിൽ മറ്റു ചെടികളൊക്കെ നടാനായിട്ട് മണൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മണ്ണെന്ന് പറയുന്നത് മണൽ കൂടുതലുള്ള മണ്ണാണ്. മണലാണ് കൂടുതൽ. ഞാൻ മണൽ കൂടുതലുള്ള മണ്ണ് നോക്കിയാൽ ഈ മണൽ ആഡ് ചെയ്തിട്ടാണ് എന്തും ഞാൻ നടുകയുള്ളൂ. പക്ഷേ നല്ല ചെളി പിടിച്ച പോലത്തെ മണ്ണുള്ള നാട്ടിൽ അവർക്ക് മണൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ മണലിൽ ഈ ചൈനീസ് ബാൽസം പോലുള്ള എല്ലാ ചെടികളും, ചൈനീസ് ബാൽസം മാത്രമല്ല എല്ലാ ചെടികളും ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ലിൽ ഒന്ന് കുത്തിയിട്ട് മണ്ണിലേക്ക് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. മണലാണ് ഏറ്റവും നല്ല ഉപാധി ചെടികളൊക്കെ വേര് പിടിപ്പിക്കാൻ. വീഡിയോയുടെ തുടക്കത്തിൽ സലു പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. എൻ്റെ തോട്ടത്തിൽ ഇതുപോലെ മനോഹരമായിട്ട് പൂണ്ടായി നിൽക്കുന്ന 10 മണി ചെടികളുടെ കുറച്ച് കമ്പുകൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സമ്മാനമായിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നൽകുന്ന നല്ല കമൻറ്റുകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മാനത്തിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിൽ കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ വീഡിയോസ് നൽകുന്നതാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇഷ്ടം ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇനിയും ഇതുപോലെ സമ്മാനങ്ങൾ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ തോട്ടത്തിലെ ചെടികൾ കണ്ടിട്ട് ഒത്തിരി പേര് എൻ്റെ കമ്പുകളും അതുപോലെ ചെടികളൊക്കെ ചോദിച്ചെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടല്ലോ. കോവിഡൊക്കെ ആയതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനൊക്കെ പോകാനൊക്കെ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇത് നൽകിയില്ലെങ്കിൽ പിന്നെ ആർക്കാ നൽകുക. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ.